സർ, അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നു. അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും നിലപാട് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. നയംമാറ്റം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്ങനെ വിലയിരുത്താം? കുറേ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മാധ്യമങ്ങളൊക്കെ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ആഘോഷിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡി മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനോഗ്രേഷൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്ന ചില ചാനലുകളുണ്ട് നമുക്ക്. അതെ, മലയാളത്തിലുണ്ട് അങ്ങനെ തന്നെ. പക്ഷേ അതൊരു നല്ല സൈനായിട്ടാണ് വേറെ ചിലർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ട്രംപ് അധികാരമേറ്റാൽ ഏറ്റവും ആദ്യം സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെയും കൂടി പേരുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് കാര്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രൗഡ്, എല്ലാത്തരം ആൾക്കാരും ഉണ്ടായിരിക്കും അവിടെ. പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കലോ ഒന്നും നടക്കില്ല. പിന്നെ അതൊരു ഫോർമാലിറ്റി എന്നുള്ളതേക്ക് കഴിഞ്ഞിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ജയശങ്കർ അവിടെ പോകുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് അമേരിക്ക ആവശ്യമാണെന്നുള്ളത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇന്ത്യയും ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ടൊരു മത്സരത്തിലാണല്ലോ. അതെ. അപ്പോൾ ഇന്ത്യയെ തള്ളിക്കളയുന്ന പ്രശ്നമില്ല, ഇന്ത്യയെ കൂടെ നിർത്താൻ തന്നെ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോട് എന്തായാലും ഇപ്പോൾ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് ഇനോഗ്രേഷൻ ക്ഷണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അതൊരു ബാഡ് ഒമനായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇന്ത്യയോടുള്ള സമീപനം. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ ഉണ്ട്, അതേപോലെ യുക്രൈൻ, തായ്വാനൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ വെസ്റ്റ് ഏഷ്യയുടെ കാര്യത്തിൽ അമേരിക്ക അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനായിട്ട് എങ്ങനെയും ശ്രമിക്കും. അറബികൾക്ക് ട്രംപിന് ഇഷ്ടമാണ്. ഈ അറബികളുമായിട്ട് എബ്രഹാം അക്കോർഡ്സ് തുടങ്ങി വെച്ചത് ട്രംപാണ്. അതുകൊണ്ട് അറബികൾക്ക് പൊതുവിൽ ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. അത് മാത്രമല്ല, അമേരിക്കക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇസ്രായേലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ബന്ദികളായിട്ട് എത്രയാണ് 467 ദിവസം പിടിച്ചു വെച്ച്. ഇതേപോലെ അമേരിക്കയ്ക്കും ഒരു അനുഭവം ഉണ്ടായിരുന്നു. പണ്ട് അവരുടെ എംബസി സ്റ്റാഫിനെ 444 ദിവസം പിടിച്ചു വെച്ചു. അപ്പോൾ ജിമ്മി കട്ടർ വാസ്തവത്തിൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ സൈൻ ചെയ്തിട്ട് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ആ എംബസി പിടിച്ചടക്കിയോടുകൂടി കാർട്ടറുടെ ഇമേജ് പോവുകയും ചെയ്തു. കാർട്ടർ ഇലക്ഷനിൽ തോക്കുകയും ചെയ്തു. എന്തായാലും റൊണാൾഡ് റെയ്ഗൻ ആയിക്കഴിഞ്ഞാലും അതേപോലെ ഇപ്പോൾ ട്രംപ് ആയിക്കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും വന്ന ദിവസം തന്നെ ബന്ദികളെ മോചിപ്പിക്കുകയാണ്. അമേരിക്കയുടെ ആയാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആയാലും. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മാത്രമല്ല മോചിപ്പിക്കണേ, ഇസ്രായേലിൻ്റെ ഒപ്പം അമേരിക്കൻ ബന്ദികളുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് വളരെ സിമ്പതിയും എമ്പതിയും ഒക്കെ അവരോട് ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല അറബികളുമായിട്ട് ട്രംപിന് വളരെ നല്ല റിലേഷനാണ്. എസ്പെഷ്യലി ഈ അറബികളുടെ നേതാവായ സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാനായിട്ട് വളരെ അടുപ്പമാണ്. അദ്ദേഹത്തെ ഈ എബ്രഹാം അക്കോർഡ്സിലേക്ക് പ്രേരിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആൾ ട്രംപാണ്. മാത്രമല്ല മുഹമ്മദ് ബിൻ സൽമാൻ വേറെയും ഒരു താല്പര്യം ട്രംപിനോടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ സൽമാൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടുപോയായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഖാഷോഗി എന്നായിരുന്നു. ആ ഖാഷോഗിനെ അവിടെ തുർക്കിയിൽ വെച്ച് എംബസിയിൽ വെച്ച് തട്ടിക്കളഞ്ഞു. അത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നാണ് ലോകം മുഴുവനും മാനിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെ ചൊല്ലി ഞങ്ങളൊരു പ്രശ്നത്തിനില്ല എന്നുള്ളൊരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ സൗദിയിലെ രാജാവിനും അല്ലെങ്കിൽ രാജകുമാരനും മുഹമ്മദ് ബിൻ സൽമാൻ MBS എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിനും അമേരിക്കയോട് വളരെ താല്പര്യമാണ്. അപ്പോൾ എന്തായാലും അറബികളും ആയിട്ടുള്ള സൗഹൃദം ഒന്നുകൂടി സ്ട്രോങ് ആകാനാണ് പോകുന്നത്. പിന്നെ ആകെ അതിൽ ഒരു വിഷമിക്കാൻ പോണത് ഇറാനാണ്. ഇറാന് ട്രംപിനെ ഒരു പേടി സ്വപ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇറാൻ ഇനി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ട്രംപ് സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും. പക്ഷേ അതുകൊണ്ട് ഇസ്രായേലിനെ കയറൂരി വിടും എന്ന് അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഒരു തീരുമാനത്തിലെത്തിയത്, സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു എൻവോയ് ഉണ്ട്, അദ്ദേഹം ഖത്തറിൽ പോയിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഈ നെതന്യാഹു സംസാരിച്ചപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ അതായത് ഇസ്രായേലിനെ സേഫ് ആൻഡ് സെക്യൂർ ആക്കും, പക്ഷേ ഇസ്രായേലിനെ കയറൂരി വിടയില്ല. അതേസമയം അറബികളായിട്ട് നല്ല ബന്ധം നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ട്രംപ് വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. സാർ, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ടെക്നോളജി വളരെയധികം സ്നേഹിക്കുകയും ആധുനിക ലോകത്തേക്ക് ചൂടുവെക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ട്രേഡിനെ താല്പര്യം ഉള്ളതാണ്. അപ്പോൾ UAE, ബഹ്റിനും ഉൾപ്പെടെയുള്ള ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ രീതിയിലേക്ക് തിരികെയും ഇറാൻ്റെ ആ ഒരു
ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ, അതിനെ തകർക്കുകയും അവർ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ നിലപാടിനോട് ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ളവർ യോജിച്ചാൽ ഇനി ഒരു കാരണവശാലും ഈ പലസ്തീന് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു പിന്തുണയും കിട്ടില്ല എന്നാണ് പറയുന്നത്. പലസ്തീന് പിന്തുണ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത്. ഒക്ടോബർ 7 തൊട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, പലരും പറയുന്നത് ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ മേത്ത് ഒരു കാര്യമില്ലാതെ വെറുതെ കയറി ആക്രമിച്ച 1200 പേരെ കൊന്നത് എങ്ങനെയെങ്കിലും ഈ ഉണ്ടാവരുത് അല്ലേ, ഇവർ തമ്മിലൊരു യോജിപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഈ ഹമാസിൻ്റെയൊക്കെ പ്രശ്നം വളരെ ഗുരുതരാവും. അതുകൊണ്ടാണ് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1200 പേരെ കൊന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഹമാസിനെ കൊണ്ട് നടക്കില്ല, അതാണ് നിലനിന്നാലും നടക്കില്ല, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതാണ് വെസ്റ്റ് ഏഷ്യയിലെ കാര്യം. പിന്നെ ഉള്ളത് യുക്രൈൻ, തായ്വാൻ മുതലായ കൺട്രീസാണ്. അവർക്കൊക്കെ കുറച്ചൊരു അനാഥത്വം തോന്നി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഈ യുക്രൈനിൽ പോയി വെറുതെ പൈസ ചിലവാക്കാനും തായ്വാനിൽ പോയി വെറുതെ പൈസ ചിലവാക്കാനും അത്ര താല്പര്യമില്ല. മറ്റവരൊക്കെ സ്വാതന്ത്ര്യം നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ, അതേപോലെ സോവറിനിറ്റി നിലനിർത്താൻ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കക്കാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ടാക്സ്, നികുതിപ്പണം, അതെ, ആ നികുതിപ്പണം ഇങ്ങനെ കളയാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡാണ് ട്രംപിന്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ യുക്രൈൻ, തായ്വാൻ മുതലായവർക്ക് ഒരു സ്വല്പം തലവേദനയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുടിന് അത് താല്പര്യത്തോടുകൂടിയേ കേൾക്കുള്ളൂ. അവർ തമ്മിലൊരു സൗഹൃദമുണ്ട്, പണ്ട് തൊട്ടേ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അങ്ങനെ റഷ്യയുമായിട്ടുള്ള ബന്ധവും കൂടുതൽ മെച്ചപ്പെടാനാണ് സാധ്യത. പുടിനായിട്ട് നേരത്തെ തന്നെ അടുപ്പത്തിലാണ്. പുടിൻ്റെ പല നടപടികളും ട്രംപിന് ഇഷ്ടമാണ്. പുടിൻ ഇങ്ങനെ ഇടിച്ചു കയറി അവിടെ ഇവിടെയൊക്കെ തോന്നിവാസം കാണിക്കുന്നത് കുറച്ചൊക്കെ ട്രംപിൻ്റെയും ഒരു സ്വഭാവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുടിനോട് അദ്ദേഹത്തിന് വലിയ വിരോധമില്ല. പക്ഷേ അതുകൊണ്ട് യുക്രൈൻ, തായ്വാൻ മുതലായ രാജ്യങ്ങൾക്ക് അല്പം അനാഥത്വം അതുകൊണ്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ദർ ഷുഡ് ബി എ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. ഇപ്പോൾ ഹമാസിൻ്റെ പ്രോബ്ലം പോലെ തന്നെ ഇപ്പോൾ യുക്രൈൻ്റെ പ്രോബ്ലം ട്രംപ് എന്തെങ്കിലും ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. പിന്നെയുള്ളത് ചൈനയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ചൈനയുടെ കാര്യത്തിൽ 60% തീരുവ ടാരിഫ് ഏർപ്പെടുത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല. പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് ചൈനയുടെ സാധനങ്ങൾ ഡംപ് ചെയ്തിട്ട് അമേരിക്ക ഒരു കൺസ്യൂമർ സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ള പോളിസി അത് സമ്മതിക്കില്ല. എന്തായാലും ട്രംപ് നല്ല ശക്തമായിട്ട് തന്നെ തീരുവ ഏർപ്പെടുത്തി ചൈനയുടെ ബിസിനസ് കൊണ്ട് അമേരിക്കയുടെ പണം മുഴുവനും കൊണ്ടുപോകുന്ന ആ രീതിക്ക് ഒരു തടസ്സം എന്തായാലും ഉണ്ടാവും. അത് നിർബന്ധമായിട്ട് അതിന് കൺട്രോൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ചൈനയുമായിട്ടുള്ള ഏർപ്പാട്. പിന്നെ വേറെ ഒരു രാജ്യം ജപ്പാനാണ്. ജപ്പാനായിട്ടാണെങ്കിലും ട്രംപിന് നല്ല റിലേഷൻഷിപ്പാണ്. മാത്രമല്ല ഈ ജപ്പാന് ഒരു സുരക്ഷിതത്വം നൽകണം എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിന് ട്രംപിന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ക്വാഡ് വിൽ ബി സ്ട്രെങ്തൻഡ്. ക്വാഡ് എന്ന് പറയുമ്പോൾ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്, അതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് ക്വാഡ് ഉപയോഗിക്കുന്നത്, ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. അപ്പോൾ ആ ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നല്ല ശക്തമാക്കും. അതിൽ ഇന്ത്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാനുണ്ട്, അമേരിക്ക ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 രാജ്യങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് അത് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയായാലും ജപ്പാൻ്റെ കാര്യത്തിൽ ഉള്ള ലോഹ്യമൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടും. അതേപോലെ ഈ ക്വാഡും സ്ട്രോങ് ആവും. ചൈനയെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ ഈ ക്വാഡ് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പിന്നെ പടിഞ്ഞാറൻ യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിനും അമേരിക്കയ്ക്കും പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ കുടിയേറ്റം. അമേരിക്കയിലേക്ക് അവിടെ തൊട്ടടുത്തുള്ള മെക്സിക്കോയിൽ നിന്ന് ആൾക്കാർ ഇടിച്ചു കയറുന്നു. അത് ഈ വരുന്നവർ പലരും കുറ്റവാളികളൊക്കെയാണ്. അവിടെ വന്നാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതേപോലത്തെ പ്രശ്നം തന്നെ ഇവിടെ വെസ്റ്റേൺ യൂറോപ്പിലുണ്ട്. അവിടെ വരുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. അവിടെ വരുന്നു, അവർ കഷ്ടപ്പെട്ട് വിശന്നും ദാഹിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. എന്തെങ്കിലും ചെറിയ ഒരു ബോട്ടിലോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ കയറിയിട്ടായിരിക്കും വരുന്നത്. അവിടെ വരുമ്പോൾ അവർ ക്ഷീണിച്ച് അവശരായിട്ട് ദാഹിച്ച് വിശന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി അവിടുത്തെ നല്ല ഭക്ഷണവും ഒക്കെ പാനീയങ്ങളൊക്കെ കുടിച്ച് ദാഹവും വിശപ്പും മാറിക്കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. ഇവർ സ്വന്തം സ്വഭാവം എടുക്കാൻ തുടങ്ങും. ആ സ്വഭാവം യൂറോപ്യൻ രാജ്യങ്ങളാകെ കണ്ടിപ്പോൾ പരിഭ്രമിച്ച് പേടിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ ഈ അഭയാർത്ഥി പ്രശ്നത്തിന് അത് അമേരിക്കയെയും യൂറോപ്പിനെയും ഒരേപോലെ ബാധിക്കുന്നതുകൊണ്ട് അവർ യോജിച്ച് അതിലൊരു തീരുമാനം എടുക്കാനാണ് സാധ്യത. പിന്നെ വേറെ ചില സ്ഥലങ്ങളാണ് കാനഡ, ഗ്രീൻലൻഡ്, ഡെൻമാർക്ക് മുതലായവയായിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ പനാമ കനാൽ ആ പ്രശ്നങ്ങൾ. അപ്പോൾ ട്രംപ് പറയുന്നത് ഈ കാനഡ ഇങ്ങനെ വേറൊരു രാജ്യമായിട്ട് നിന്ന്
ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ത്രട്ടൊക്കെ നേരിടുന്നതിന് പകരം ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേറ്റായിട്ട്, അതായത് സ്റ്റേറ്റ് നമ്പർ 51 ആയിട്ട് ഇങ്ങോട്ട് ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സാധനങ്ങൾ വെക്കുമ്പോൾ കുറേ തീരുവയൊക്കെ അടയ്ക്കേണ്ടി വരുമല്ലോ, അതിൻ്റെ ഒന്നും പ്രശ്നമില്ല, ചേർന്നോളാനാണ് പറയുന്നത്. പക്ഷേ അവരത് പുച്ഛിച്ചതല്ലാണ്. അതേപോലെ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഉത്തരധ്രുവത്തിലുള്ള ഒരു ദ്വീപുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഓണേഴ്സ് ഡെൻമാർക്കാണ്. അപ്പോൾ അത് ഡെൻമാർക്കിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്നു. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ സംഭവിക്കാമെന്ന് വെച്ചാൽ. ഒരുപക്ഷെ ഗ്രീൻലാൻഡിലെ ആൾക്കാർക്ക് അമേരിക്കയോടായിട്ട് ചേരാനൊരു താല്പര്യം ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഓടുന്ന പോലെ തന്നെ ഗ്രീൻലാൻഡിലുള്ള ആൾക്കാർക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് അങ്ങനെ തർക്ക വിഷയമായിട്ട് തുടർന്നു. പിന്നെ പാനമ കനാലിൻ്റെ കൺട്രോൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാനമ കനാൽ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് കുത്തിയെടുത്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ പിന്നീട് അതിൻ്റെ പണമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് അവർ ഏർപ്പെടുത്തി കൊടുത്തു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നുകൂടി നന്നാക്കി നടത്താനായിട്ട് ഞങ്ങൾക്കായിരിക്കും എളുപ്പം, അതുകൊണ്ട് ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്തോരം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ട്രംപിന് വേറെ വലിയ പ്രശ്നമുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോളറുമ തൊട്ട് കളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഡോളറിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിളിൽ കച്ചവടം നടത്താൻ, റൂബിളും റുപ്പിയും കൂടിയുള്ള കച്ചവടത്തിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡോളറിന് ഇമ്പോർട്ടൻ്റ് അല്ലാതാക്കുക എന്നുള്ളത് ഈ ബ്രിക്സ് കൺട്രീസിൻ്റെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമാണ്. പിന്നെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ റഷ്യയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളും അറിഞ്ഞോ അറിയാതെ ബ്രിക്സിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഇതിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അത് ട്രംപിന് ഒട്ടും സഹിക്കില്ല. ഡോളർ എന്ന് പറഞ്ഞാൽ സുപ്രീം ആയിരിക്കണം, സുപ്രീമാണ്. ഇനിയിപ്പോൾ ഇവരൊക്കെ ശ്രമിച്ചാലും ഡോളർ വിൽ റിമെയിൻ സുപ്രീം, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുമ്മ തൊട്ട് കളിക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതിന് ശ്രമിക്കുന്ന രാജ്യങ്ങൾ മാക്സിമം ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പിന്നെ കിം ജോങ് ഉൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് കൊറിയ, അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആരുമായിട്ടും കൂടിച്ചേരാത്ത ആളാണ്. പക്ഷേ ട്രംപ് അദ്ദേഹവുമായിട്ടും സംസാരിച്ചിരുന്നു. ട്രംപിന് ഒരു നാക്കുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടും നല്ല റിലേഷൻഷിപ്പിന് ശ്രമിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കിം ജോങ് ഉൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു തോന്നിവാസം കാണിക്കുന്ന പാർട്ടിയായിട്ടാണ് ലോകം മുഴുവനും വീക്ഷിക്കുന്നത്. മാത്രമല്ല ഓരോ പ്രാവശ്യവും ഈ റോക്കറ്റുകൾക്ക് അല്ലെങ്കിൽ മിസൈലിന് ദൂരം കൂട്ടുക, ദൂരപരിധി കൂട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വേറെ അവിടെയാണെങ്കിൽ പഞ്ഞവും പട്ടിണിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ആകെ അവിടെ ഉണ്ടാകുന്ന സാധനം ഈ മിസൈലുകളാണ്. നമ്മുടെ ഹമാസിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായിട്ടും ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളോട് ട്രംപ് സ്വീകരിക്കാൻ സാധ്യതയുള്ള നയങ്ങൾ. അമേരിക്കയുടെ നയമാറ്റം എന്തായാലും ലോകരാജ്യങ്ങളൊക്കെ ബാധിക്കും എന്നുള്ള ഉറപ്പാണ് അല്ലേ? ചിലർക്ക് പോസിറ്റീവായിട്ടും ചിലർക്ക് നെഗറ്റീവായിട്ടും. അപ്പോൾ ഇന്ത്യക്കും അത് ഗുണകരമായിട്ടൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, ഗുണകരമായിട്ട് വരും. പിന്നെ മോഡി മൈ ഫ്രണ്ട് എന്നൊക്കെയല്ലേ പറയണത്. അതെ, ഇപ്പോൾ ക്ഷണിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൈരളി ചാനലിനോ അല്ലെങ്കിൽ മറ്റേ മീഡിയ വണ്ണിനൊക്കെ ചിലപ്പോൾ വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതിലൊന്നും അത്ര കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഇങ്ങോട്ട് തന്നെ വരാൻ പോകണം, ഇന്ത്യയിലേക്ക് തന്നെ വരാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.